ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സ്പെയിനിലെ കാരിത്താസിൽ പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ടൊളേദോ ആണ്. അപ്പോൾ ടൊളേദോയിലെ കാരിത്താസിൽ നിന്ന് നമുക്ക് കിട്ടിയ സാധനങ്ങളാട്ടോ ഈ കാണുന്നതൊക്കെ. ഇനി നമുക്ക് ഈ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അതിൽ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയതൊരു ബുക്കാണ്. അതായത് ബുക്കല്ല, ഒരു വലിയ പുസ്തകം, പ്ലാസ ദെ എസ്പാനിയ എന്ന് പറഞ്ഞിട്ട് സ്പെയിനിനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നമുക്ക് ആവശ്യാനുസരണം പുസ്തകങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് നമുക്ക് കിട്ടിയതാണ്, ഇത് എനിക്കും ഇച്ചായനും കൂടി കിട്ടിയതാണ് കേട്ടോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും. നമുക്ക് ഇതിൻ്റെ ലീഗലി ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പാസ്പോർട്ട് കാണിക്കണം. ഇവിടെ ടൊളേദോ പരിസരത്താണെങ്കിലും എവിടെ ജീവിക്കുന്ന ആളുകളാണെങ്കിലും നമുക്ക് ഇത് കിട്ടും. പിന്നെ നമ്മുടെ പാസ്പോർട്ട് മാത്രം കാണിച്ചാൽ മതി. പിന്നെ 2 പാക്കറ്റ് 1 കിലോൻ്റെ അരി കിട്ടി കേട്ടോ. 15 മിനിറ്റ് കൊണ്ട് ഈ അരി വേവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാനായിട്ട്. പിന്നെ നമുക്ക് മാക്രോണൈസ് കിട്ടി. നമ്മളോട് ചോദിച്ചു ഫിദയോസ് വേണോ മാക്രോണൈസ് വേണമെന്ന്. ഫിദയോസ് എന്ന് പറഞ്ഞാൽ ഇതിന് തരി പോലെ ഇരിക്കുന്നത് പായസമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ ഫിദയോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു മാക്രോൺസ് മതി എന്ന് പറഞ്ഞു. നമ്മളായിട്ടല്ല, ഇൻഡിവിജ്വലായിട്ടാണ്. ഇപ്പം ഞാൻ ഇത് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇച്ചായ ഇത് തന്നെ എടുത്തു. ദെൻ നമുക്ക് പിന്നെ റിഫൈൻഡ് ആയിട്ടുള്ള 1 ലിറ്ററിൻ്റെ അസൈത്ത് ചെയ്ത ഒലിവ കിട്ടി കേട്ടോ. ഇതിന് നല്ല വിലയുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ ആയതുകൊണ്ട് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. നമ്മുടെ പാസ്പോർട്ട് മാത്രം കാണിച്ചാൽ മതി. ഞാൻ കാണിച്ചതൊക്കെ ഇവിടേക്ക് വെക്കാൻ കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കിട്ടിയതൊരു ന്യൂസ് പേപ്പറാണ് കേട്ടോ. ഇന്നത്തെ ന്യൂസ് പേപ്പർ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇത് ഒരെണ്ണം എടുത്തുകൊണ്ട് ഒരെണ്ണം മതിയെന്ന് ഞങ്ങൾ വിചാരിച്ചു. അതൊക്കെ ഇന്നത്തെ ന്യൂസ് പേപ്പറാണ്. യെസ്. ദെൻ നമുക്ക് കിട്ടിയത് ആൽമണ്ട് മിൽക്കാണ് കിട്ടിയത്. ഇത് കടയിലൊക്കെ നല്ല വിലയുണ്ട്, പക്ഷേ നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. ദെൻ നമുക്ക് ടൊമാറ്റോ ഫ്രീത്തോ കിട്ടിയിട്ടുണ്ട്, 2 ടൊമാറ്റോ ഫ്രീത്തോസ്. പിന്നെ ഇത് കാൽസ്യത്തിൻ്റെ ലച്ചയാണ്, മിൽക്ക്, കാൽസ്യം മിൽക്കാണ് കേട്ടോ. കാൽസ്യമാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇത് പുറത്ത് നല്ല വിലയുണ്ട്. ഇത് ഓരോ കടക്കാരും സ്പോൺസർ ചെയ്യുന്നതാണ്. വൈറ്റമിൻസ് A, D, E ആൻഡ് B9 അതിൻ്റെ ഒരു മിൽക്കാണ്. കാൽസ്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് സാധാരണ മിൽക്ക് പോലത്തെ ഒരു മിൽക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് മുട്ട കിട്ടി. ഇതിൻ്റെ മീഡിയം സൈസുള്ള മുട്ടയാണ്. ഇത് ലാർജ് സൈസുള്ള മുട്ടയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മീഡിയം സൈസാണ് മീഡിയം ആയിട്ടിരിക്കും, ലാർജ് ആണെങ്കിൽ ലാർജ് ആയിട്ട് തന്നെ ഇരിക്കും. നല്ല വലിയ മുട്ട കിട്ടും. അതായത് ഇത് 2 എണ്ണം പൊരിക്കുന്ന നേരം കൊണ്ട് ഇത് 1 എണ്ണം പൊരിച്ചാൽ മതി. മുട്ട ഞാൻ ഇവിടെ വയ്ക്കാൻ കേട്ടോ, പൊട്ടിക്കും. ദെൻ നമുക്ക് ഇത് മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ്. ഇത് വേറെ ടൈപ്പ് ബിസ്ക്കറ്റാണ്. എനിക്ക് മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമുക്ക് പേസ്ട്രി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് നമുക്ക് ആവശ്യം. ഐ ലവ് ഇറ്റ്. ബിസ്ക്കറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ദെൻ നമുക്ക് കിട്ടിയത് ഫ്രൂത്താസ് ആണ്, ഫ്രൂട്ട്സുകൾ. അതായത് ഇത് ആപ്പിൾ പോലെ ഇരിക്കും, പക്ഷേ ആപ്പിളല്ല. ഇതിൻ്റെ ഉള്ളിൽ സീഡിന് ഭയങ്കര വലിപ്പമാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സീഡാണ്. ഇത് ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചതാണ്, പക്ഷേ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. യെസ്, പീച്ച് പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ നമുക്കത് കിട്ടി. ഇതിൻ്റെ കളർ വന്നിട്ട് ഈ ഒരു കളറാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ദെൻ നമുക്ക് ബ്രെഡിൻ്റെ ഒരു മേളമായിരുന്നു. 4 പാക്കറ്റ് ബ്രെഡാണ് നമുക്ക് കിട്ടിയത്. ഈ പ്രാവശ്യം നമുക്ക് നല്ല രീതിയിൽ ബ്രെഡ് കിട്ടി. 1 പാക്കറ്റാണ് കൊടുക്കുന്നത്, പക്ഷേ നമ്മൾ ലാസ്റ്റ് നിന്നുകൊണ്ട് 4 പാക്കറ്റ് കിട്ടി. ഇനി അത്യാവശ്യം നല്ലൊരു ബാഗ് കിട്ടിയിട്ടുണ്ട്. നല്ല ക്യൂട്ടല്ലേ? എൻ്റെ ഫോണൊക്കെ ഇടാൻ പറ്റിയൊരു ബാഗാട്ടോ, കണ്ടില്ലേ? നമുക്ക് ബാഗ് ഇല്ലായിരുന്നു എനിക്ക്, പക്ഷേ ജീൻസിൻ്റെ ബാഗ് ഭയങ്കര ഇഷ്ടം. യെസ്, അത്യാവശ്യം മേക്കപ്പ് സാധനങ്ങളും ഫോണും എല്ലാം വെക്കാനായിട്ട് പറ്റിയൊരു ക്യൂട്ട് ബാഗ്. ദെൻ ഇനി ഇച്ചായന് കിട്ടിയതാണ്. അവിടുന്ന് തന്നെ നല്ല ഷർട്ട്സ്. ഇത് ഇച്ചായൻ്റെ പാകത്തിനനുസരിച്ചിട്ടുള്ള നല്ല ഷർട്ടുകളാണ്. അടിപൊളി ഷർട്ടാണ്. അത് കിട്ടി. സോറി, ഇതൊരു ടീഷർട്ടാണ്. വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ടീഷർട്ട്. ചിത്രങ്ങളൊക്കെ ഉണ്ട്. പുറകിലും ചിത്രങ്ങളുണ്ട്, ഫ്രണ്ടിലും ചിത്രങ്ങളുണ്ട്. പിന്നെ ഞാൻ ചോദിച്ചല്ല, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് തരും. അപ്പോൾ ഇതെനിക്ക് കിട്ടിയതാണ് കേട്ടോ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേനൽക്കാലത്തൊക്കെ ഇടാൻ പറ്റിയൊരു ഷെമ്മി മോഡലൊരു സംഭവമാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല രസമുണ്ട്. ഭയങ്കര ഫ്രസ്കിയത്തുമായിട്ട് ഭയങ്കര കൂളായിട്ട് തോന്നും. പിന്നെ അതിൻ്റെ വൈറ്റ് കളറ് ഇതെനിക്ക് ഉണ്ടായിരുന്നില്ല. ഇതും ആക്ച്വലി നല്ലതാണ്.
ദെൻ ഒരു സ്കാർഫ്, തലയിലൊക്കെ കെട്ടാൻ പറ്റിയ നല്ലൊരു സ്കാർഫാണ് കേട്ടോ ഇത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചുറ്റി ഇടാനായിട്ടൊക്കെ പറ്റിയൊരു സ്കാർഫാണ്. ഇതിങ്ങനെ നമുക്ക് കെട്ടാനായിട്ട് പറ്റും നല്ല ഭംഗിയായിട്ട്. ആൻഡ് പിന്നെ നമുക്ക് സ്പോർട്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി, ഞങ്ങൾ ജിമ്മിൽ പോയി കഴിഞ്ഞ സമയത്ത് ഇത് കിട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. ഇപ്പം ജിമ്മ് നിർത്തി കഴിഞ്ഞപ്പോൾ ദേ ഇതുപോലത്തെ സംഭവം കിട്ടി. ദെൻ എനിക്ക് കിട്ടുന്നതൊക്കെ വൈറ്റാണ് ഗൈസ്, കണ്ടില്ലേ? ഇതൊരു വൈറ്റ് ടീഷർട്ടാണ്. ദാറ്റ്സ് ഗുഡ്. ആൻഡ് ഇതും ഒരു സ്കാർഫാണ്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചുറ്റാൻ പറ്റിയൊരു സ്കാർഫാണ്. സ്കാർഫിൻ്റെ ഉപയോഗം ഇപ്പോഴല്ല കേട്ടോ വന്നത്, നമുക്ക് ഈ തണുപ്പ് ആവണ സമയത്ത് നമ്മുടെ തൊണ്ടയിലൊക്കെ ഇത് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കൊരു വെസ്റ്റീദോസ് കിട്ടിയൊരു ലാർജായിട്ടുള്ളൊരു സംഭവം, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഇങ്ങനെയാണ്. ദെൻ വീണ്ടും ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം കിട്ടി. ആൻഡ് ലാസ്റ്റ് വൈറ്റ്. എനിക്ക് വൈറ്റ് ഇഷ്ടപ്പെട്ടതാണെന്ന് തോന്നുന്നു, എപ്പോഴും വൈറ്റ് തന്നെ കിട്ടാറ്. ഇത് അത്യാവശ്യം ലാർജാണ്, പക്ഷെ രസമുണ്ട് കാണാനായിട്ട്. ഒരു ക്യൂട്ട്, കൈയും ഭയങ്കര എന്താ പറയുക, പേളിൻ്റെ പോലത്തെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഇത്രയും കിട്ടി. കാരിതാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാ ബുധനാഴ്ചയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നത്. നമ്മുടെ ID കാർഡ് മാത്രം കൊടുത്താൽ മതി. അത്യാവശ്യം നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. അതായത് കാരിതാസിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആവട്ടെ. പിന്നെ ഒരുപാട് പേര് കാരിതാസിൽ പോകുന്നത് മലയാളികൾ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കാരിതാസിൽ എന്തിനാ പോണത് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മുടെ സ്പെയിൻ ഗവൺമെൻറ് നമുക്ക് നൽകുന്ന റേഷനാണ് കാരിതാസ്. ഇവിടെ സ്പാനിഷുകാരും കാരിതാസിൽ പോയി സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. നമുക്ക് എന്തിനാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം എനിക്ക് മനസ്സിലാവുള്ള അവരുടെ മെൻറ്റാലിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അങ്ങനെയൊന്നും വെക്കേണ്ട കാര്യമില്ല. നമുക്ക് കിട്ടുന്ന റേഷൻ, നിങ്ങൾക്ക് BPL കാർഡ് APL കാർഡ് എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് കിട്ടുന്ന റേഷൻ നിങ്ങൾ വാങ്ങിക്കില്ലേ? വാങ്ങിക്കും അല്ലേ? അതേപോലെ തന്നെ സ്പാനിഷ് ഗവൺമെൻറ് നമുക്ക് നൽകുന്ന റേഷൻ നമ്മൾ വാങ്ങിക്കുക. അതിന് എന്നൊക്കെ പറയേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ കാരിതാസിൽ മലയാളികൾ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കുറച്ചിലായിട്ട് കാണുന്ന കുറേ മലയാളികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരിക്കലും കുറച്ചിലല്ല. നമ്മുടെ സ്പാനിഷ് ഗവൺമെൻറ് നമുക്ക് നൽകുന്ന ഒരു സംഭവമാണ് കാരിതാസിലെ സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇതുപോലും കിട്ടാത്ത എത്രയോ പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തന്നെ കിട്ടുന്നില്ല, ദൈവത്തിൽ നമുക്ക് നന്ദി പറയാൻ വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാരിതാസിലെ എല്ലാ സാധനങ്ങളും ഞാൻ എല്ലാം കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.